അപ്പോൾ ഹലോ ഗൈസ്, നമുക്കൊരു തട്ടിക്കൂട്ട് കപ്പയും മുളകൊടിച്ചത് ഉണ്ടാക്കിയാലോ. തട്ടിക്കൂട്ടെന്ന് പറയാനുള്ള കാര്യം തന്നെ ഹോസ്റ്റലാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു സൗകര്യവും ഇല്ല. എന്നാലും നമ്മൾ എങ്ങനെയോ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കുറേ നേരത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം കപ്പ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയെന്ന് വെച്ചാൽ ഒരുപാട് നേരം പരിശ്രമിച്ചാണ് ഇങ്ങനെ ചെയ്തെടുത്തത്. എന്ത് ചെയ്യാൻ, അവസാനം എന്തായാലും തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വൃത്തിയാക്കി ഇനി ചെറിയ കഷ്ണങ്ങളാക്കി അരിയണം. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞാലേ ഞങ്ങൾക്ക് കെറ്റിലിട്ട് വേവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മാക്സിമം ചെറുതാക്കി അരിയാൻ ഞങ്ങൾ നോക്കുന്നുണ്ട്. എല്ലാം ചെറുതായി അരിഞ്ഞതിന് ശേഷം തന്നെ ഞങ്ങൾ 3-4 വെള്ളത്തിലിട്ട് അത് കഴുകുന്നുണ്ട്. കാരണം മണ്ണല്ലേ, അപ്പം ഒരുപാട് കഴുകിയാൽ മാത്രമല്ലേ മണ്ണ് പോകത്തുള്ളൂ. അങ്ങനെ ഒരുപാട് തവണ കഴുകിയിട്ടാണ് ബാക്കി നമ്മൾ ചെയ്യുന്നത്. കഴുകി കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയാണ് മെയിൻ പരിപാടി, സവാള പൊളിക്കണം. സവാള പൊളിക്കുമ്പം തന്നെ അറിയാലോ, കരഞ്ഞ് മനുഷ്യൻ്റെ ഊപ്പാട് വരും. അപ്പം എങ്ങനെയോ സവാള പൊളിച്ച് ഇനി അത് ചെറുതായിട്ട് അരിയണം. അവസാനം നമ്മൾ കുനുകുന എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇട്ടു, തികയാത്തോണ്ട് വീണ്ടും ഇട്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഉപ്പാണ് ഇടാൻ പോകുന്നത്. ഉപ്പും അങ്ങ് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചാൽ എരിവ് ബാലൻസ് ആവും. അപ്പം എണ്ണ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്യാൻ പോവുക. ഒരുപാട് നേരത്തെ മിക്സിങ്ങിന് ശേഷം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഉപ്പും എല്ലാം പാകമാണെന്ന് തോന്നുന്നു. അവസാനം നമുക്ക് കഴിച്ച് നോക്കാം. അപ്പം അവസാനം നമ്മളെ കപ്പ റെഡിയായി, മുളകൊടിച്ചതും റെഡിയായി. ഇനി നമുക്ക് കഴിക്കാം. അപ്പോൾ കപ്പയെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി അതിൻ്റെ സൈഡിലേക്ക് കുറച്ച് മുളകൊടിച്ചതും ഇട്ടു. ഇനി എല്ലാവരും വയറ് നിറയുന്നത് വരെ നമുക്ക് കഴിക്കാം. അപ്പം കഴിച്ച് കഴിഞ്ഞ് പ്ലേറ്റൊക്കെ കാലിയായി. കൊണ്ടുവയ്ക്കുന്ന മാത്രമേ ഓർമ്മയുള്ളൂ, അപ്പോഴേ കാലിയാവും. അപ്പം അത് കഴിഞ്ഞൊരു ചെറിയ ഗ്ലാസ് കട്ടൻ കാപ്പിയും കൂടെ ഇട്ട് കുടിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.